പെട്ടെന്ന് നടക്കാൻ. വലിയ ആളാവല്ലേ മുണ്ടെടുത്തൊന്ന് വെച്ച് ഉണ്ടഴിഞ്ഞു പോകേ. ഇല്ല. അടുത്ത വർഷം ഭവാനിയുടെ ജമ്മാലിന് നമുക്ക് എല്ലാവർക്കും കൂടെ ഗുരുവായൂർ പോണം. ഗുരുവായൂർ മാത്രമല്ല അമ്പലപ്പുഴയിലും പോണം. പിന്നാണെങ്കിൽ പാൽപ്പായസത്തിനോട് വലിയൊരു അണ്ടപാത്രം കൊടുക്കണം. അണ്ടപാത്രോ? ഉണ്ടാവും. എവിടെ പോയാലും ആദ്യം പെരുന്തൃക്കോലിൽ പോയി പാടൂരപ്പനെ തൊഴണം. ഓടി വീടില്ലേ മക്കളെ പായസം കഴിച്ചാ? സുരേന്ദ്ര ഓ വന്നേ? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. 10 മിനിറ്റായി. മാമാ മാമിയായി സുരേന്ദ്രൻ അച്ഛനും അമ്മ വരാഞ്ഞേ? അച്ഛൻ വരാൻ വേണ്ടി തന്നെ. പിന്നെ എവന്റെ ഈ കാര്യം കൊണ്ട് എവന്റെ അങ്ങനെ ദേഷ്യം തീർന്നില്ലടേ ഇതുവരെ എന്റെ അടുത്ത്. ഇങ്ങനല്ലേ? ആ സംസാരിച്ചേക്കാ മതി. കയറി അകത്ത് പണി കിടക്കണം. നിന്റെ ഭർത്താവ് വരുവോ ജയന്തൻ? അവൻ ശ്രീലങ്ക പോയിരിക്കണേ. ശ്രീലങ്കയിലാ? ഓ എന്തിനി? അവനെ പഠിപ്പിച്ച ടീച്ചറെ കാണാൻ. അവനെ പഠിപ്പിച്ച ടീച്ചർ അങ്ങ് ശ്രീലങ്കയിലാ ഇരിക്കുന്നത്. ഓ ശാരദ കുമാരി ചിങ്ക. നിങ്ങൾ രാവിലെ തുടങ്ങിയല്ലേ കയറിച്ചോട്ടെ തമാശ. അല്ലെങ്കിൽ ഇവിടെ അടുത്ത് ഇരിക്കുന്നു. നമുക്ക് അമ്പലത്തിൽ പോകാൻ വയ്യ, കാല് വയ്യ. വരുന്ന ആൾക്കാർ ആരെങ്കിലും ഒരാളൊന്ന് പ്രസാദം ഇട്ട് തരണം. അതില്ല. നിനക്ക് ഞാൻ ഇട്ട് തരാടാ മോനെ. ഞാൻ കുളിച്ചില്ല. ആഹാ കുളിച്ചില്ലേ? നല്ലൊരു ദിവസമായിട്ട് കുളിക്കാതിരിക്കാന്നോ? ഈ ചെറുക്കന്റെ ഒരു കാര്യം. മാമാ തൊഴുതാ? ഇന്ന് മാമിയുടെ പിറന്നാളാണ്. ഒന്നുമില്ലേ? ഇവിടെ ഇങ്ങനെ ഇരുന്ന് പച്ചക്കറി അരിയുമ്പോ നമ്മൾ അന്ന് ശബരിമലയ്ക്ക് പോവാൻ വേണ്ടി കഞ്ഞി വീഴ്ത്തി വെച്ചില്ലേ ചേച്ചി? അതാ ഓർമ്മ വരുന്നത്. ഓ അന്ന് എന്തോ ഒരാളായിരുന്നല്ലേ കഴിക്കാൻ. ഞാൻ വിചാരിച്ചു തികയില്ലായിരിക്കും. എല്ലാ അയ്യപ്പന്റെ കടാക്ഷം കൊണ്ട് ഒരു കുറവില്ലാണ്ട് നടന്നു. കേശു നീ അത് മൊത്തം കഴിച്ചു തീർക്കല്ലേട്ടാ. ഓ മാമി നല്ല കണിമാങ്ങ അരച്ചുണ്ടാക്കുള്ളി. ആ അത് തിന്ന് നോക്കണം. ഓ തിന്ന് നോക്കണമെന്നാ ഇവിടെ വന്നാ അതല്ലേ പണി നോക്ക്. ഈ പെണ്ണുങ്ങളുടെ വായ അടിക്കാതെ അവിടെ 2 തേങ്ങ എടുത്ത് പോയിച്ചിട്ട് പോ. നിനക്കെന്താ തെന്ന് നീ പോയിച്ചാ തേങ്ങ പൊതിയില്ലടേ? ആ പൊട്ടിയിരിക്കോ? അരയിഞ്ച് വിട്ടുകൊടുക്കത്തോട്ടാ രണ്ടുപേരും. അതല്ലേലും അങ്ങനെ തന്നെ ചേച്ചി. പണ്ട് രണ്ടുപേരുടെ ആരനാട് വരുമ്പോ പറമ്പിൽ കിടന്ന് എന്തിന്റെയോ പേരിൽ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഞാൻ നിലവിളിച്ച് അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട് ആ രണ്ടിടത്തിന്റെ പ്രശ്നം സോൾവ് ആക്കി വിട്ടു. കാര്യം ഒന്നും പറയണ്ട, ഭയങ്കര ചുട്ടിത്തരയല്ലേ. അങ്ങനെയാ നിങ്ങളെ കാര്യം പറഞ്ഞു കൊടുക്കട്ടാ. പോയി നിങ്ങൾക്ക് ഞാൻ സഹായിച്ചു തരാം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചെയ്തു കൊടുറാ. നടക്കാൻ വയ്യണ്ണാ. എന്തിനാ നടക്കണേ ബാലു? അവിടെ ഇരിക്കി. കാല് നീരിക്കണം. നോക്കാം. ഇവിടെ നോക്കട്ടെ. നല്ല നീരുണ്ടല്ലോ. അത് തന്നെ. അവിടെ പൈനാപ്പിൾ വറുത്തേക്ക് പുളിശ്ശേരി ഇല്ലായിരുന്നു. പുളിശ്ശേരി എന്നല്ലേ വേറെ എന്താണോ നിങ്ങൾ സംസാരിക്കാൻ വന്ന? എന്ത് കാര്യം? എന്ത് കുട്ടിക്ക് ഉണ്ടേ? ഓ 2 അടിക്കണ്ടേ? നാളെ പ്രശ്നമാവുന്നു. എന്ത് പ്രശ്നമാണ്? ഇവിടെ ഒന്നാമത് ഭവാനിയുടെ ബർത്ത്ഡേ. 2 അടിച്ചിട്ടില്ലെങ്കിൽ അന്നാ ഞാനത് ആലോചിച്ച്. പക്ഷെ ശരിയാവില്ല, പേടിയാവണം. ശരിയാവില്ല. അന്നത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലേ? ഈ അടിച്ചായതുകൊണ്ടാണ് ഈ പ്രശ്നം. അടിച്ച ഒരു പ്രശ്നമില്ല. അടിക്കുമ്പോൾ പേടിയൊക്കെ പോകില്ല. പിന്നെ അല്ല പൈസ എല്ലാം ഉണ്ടാ? ആദ്യം ഇരിക്കുന്നത് എൻ്റെ ഇല്ല. ഉള്ളതൊക്കെ ഞാൻ പച്ചക്കറി വാങ്ങിച്ചു. ഇനി കേക്ക് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് പൈസ ഇരിക്കുന്നു. 50 രൂപ കൊടുത്ത് ഒരു ചെറിയൊരു കേക്ക് വാങ്ങിക്കണം. നമുക്ക് കുപ്പിയല്ലേ പ്രധാനം. നിങ്ങൾ പറയണൊക്കെ ശരിയുണ്ടാ, പക്ഷെ പൈസ വേണ്ടേ? ആരേത് വാങ്ങിക്കും? സുരേന്ദ്രൻ്റെ ചോദിക്കല്ലേ, അവൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. അവൻ കുടിക്കൂല. അവൻ കുടിക്കും. രഹസ്യ അടിയാണ് അവൻ. മാന്യ. ഓഹോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി അവളെ ഇഞ്ചെന്ന് കയറി കൊടുക്കും. അതൊന്നുമില്ല. മറ്റവനെ വിളിക്കാം. യാത് മറ്റവൻ? മറ്റവല്ല, ഞാൻ മറ്റവള് തോന്നിയിരിക്കുന്നു. എനിക്ക് യാത് മറ്റവൻ. എന്റെ പൊണ്ണെന്ന് അവളെ ഇവിടെ വിളിച്ചു വരുത്തിയാൽ ശരിയാവില്ലെന്ന്. അവന്ന് ശരിയാവില്ല. എന്തെങ്കിലും വഴി നോക്ക്. ഇങ്ങോട്ട് നോക്ക്. അവനെ വിളിച്ച 2 മണിക്കൂറിനകത്ത് സാധനം ഇവിടെ എത്തും. അതൊക്കെ ശരി തന്നെ. ഇപ്പൊ എങ്ങനെ വിളിക്കും? നീലുവേ അവള് പോയി. അണ്ണാ അവ ഇങ്ങോട്ട് വിളിച്ചാലേ കാര്യമുള്ളൂ. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ വിളിച്ചു വരുത്തിയെന്ന് പറയും. അവനെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കണം. നീ ഒരു കാര്യം ചെയ്യണം. ഒരു മിസ് കാൾ ചെയ്താണ് ശരിയല്ലേ? നോക്കട്ടെ. അയ്യോപ്പോ ഏത്ത കാലം കൊണ്ട് എന്നെ ഓട്ടിക്കണം. അല്ലേ കൂച്ചാൻ അടങ്ങോളല്ലേ? നടന്ന പോലെ വാള് വയ്ക്കണം. ഞാൻ എടുത്ത് അടി അറിയണം. അതൊക്കെ പറയുന്നു. അയ്യോപ്പോ ആടി നീരുണ്ട്. അയ്യോ അച്ഛാ എന്താ അവിടെ ഒരു ആലോചന? ഗൂഢാലോചന? നിന്റെ തള്ള ഇങ്ങോട്ട് കെട്ടിയെടുത്താൽ കൊള്ളാൻ നോക്കിയത് എന്ത്?
ആ അതിലും എളുപ്പം അച്ഛൻ അങ്ങോട്ട് കെട്ടിയെടുക്കുന്ന. ഞാൻ പറ്റി ചവിട്ടി കയറ്റുകയുണ്ടല്ലോ. അയ്യോ കഷ്ടം. ജന്മങ്ങള് പതുക്കെ 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 കയറ് പതുക്കെ. ആ ഡേയ്, പഴയ വീടാണ്, നല്ല ഉറപ്പുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇങ്ങനെ കാണിച്ചല്ലേ എല്ലാം കൂടെ തലേ കൂടെ വീഴും. അത് പോടാ ഇറക്കാം. ഇതാണ് എന്റെ പുതിയ വില്ലൻ സ്റ്റെപ്സ് കണ്ട. ഇല്ല വേഷം കിട്ടിയല്ലേ, എടുത്തോണ്ട് പോ, പോ, പോടാ. അയ്യോ കാലിൽ നീക്കി വെച്ചേക്കണേ. അത് തന്നെ വേണം. ചവിട്ടി പൊട്ടി കാര്യം ചവിട്ട് പൊട്ടിക്കുന്നപ്പോ എന്റെ പല്ല് പൊട്ടിയെങ്കിൽ എന്ത് ചെയ്താനെ? ഇതേക്കാലം കാണാൻ കൊള്ളായിരുന്നു. അച്ഛാ എന്തോ നാടി മാമ ഈ വയ്യാത്ത കാലിട്ട് ഒറ്റ ചവിട്ടുവാ. സാധാ സമയം ഫോൺ വിളിച്ചു തുടങ്ങും, ഒരു സ്ഥലത്തേ ഇല്ല. ആ ഇവക്കെ ഫോൺ വിളി ഇത്തിരി കൂടുതലാ. എടി കൊണ്ടുപോയിക്കാത്തായാലും കൊണ്ടുപോടി. കാണിച്ചേട്ടാ പോടി മാമ. കാലൊക്കെ ഒതുക്കി വെച്ച്. കാലൊട്ടും ചവിട്ടി റെഡി ആയി കളഞ്ഞു. കാലം ഒതുക്കി വെക്കുന്നത് ഇതാണ് പറഞ്ഞു പാസ് സ്കൂൾ അടിക്കാം. എന്തൊക്കെ കറി എന്തൊക്കെയുണ്ട്? അവയില് സാമ്പാർ, എരിശ്ശേരി, പുളിശ്ശേരി, പിന്നെ തോരൻ, കാളൻ, ഉപ്പേരി എല്ലാം ഉണ്ട്. മീനില്ലല്ലേ? ബർത്ത്ഡേ അല്ല, അതുകൊണ്ട് മീൻ വേണ്ടല്ലോ. അതിന് മീൻ മേടിക്കാന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അയ്യോ മാസ് വിളിക്കുന്നു, എടുക്കണ്ടല്ലേ? എന്തിനാ എടുക്കാണ്ടിരിക്കണ? എടുക്ക്. വേണ്ട, ശല്യം. എടുക്ക്. എടുക്കണോ? എന്താന്നറിയാലോ, എടുക്ക്. ഹലോ, ആ ഞാൻ ഇവിടെ ഇല്ലടാ, ഞാൻ ഇങ്ങനെ പഠനത്ത്. എടാ മാമിന്റെ ബർത്ത്ഡേടാ, നമ്മളെല്ലാം കൂടെ ഇവിടെ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. ഓ അയ്യോ എടാ, അതിപ്പോ ഞാൻ എങ്ങനെ പറയാ, നീലുണ്ട ചോദിക്കട്ടേ. നിനക്കറിയാലോ ഞാൻ എല്ലാ കാര്യം നീലുണ്ട ചോദിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അതിനൊക്കെ അറിയണം ഇത്രയും. ശരി, ഞാൻ ചോദിക്കട്ടെ. ശരിടാ, ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം. ഓ എന്ത്? വാസിക്ക് ഭയങ്കര സങ്കടം. ഭാര്യ വന്നോ? അല്ലടി, അവൻ ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ വീട്ടില്. അപ്പം അവൻ അപ്പുറത്ത് നമ്മളെ വീട്ടിലോട്ട് വരാൻ നോക്കിയപ്പോൾ അവിടെ എല്ലാം അടച്ചിട്ടായിരുന്നു. അതും കൂടെ കണ്ടപ്പോൾ അവനെ കണ്ണിൽ കൂടെ വെള്ളം വന്നു. ആരും ഇല്ലല്ലേ, അവൻ ചോദിക്കണം ഇങ്ങോട്ട് വരട്ടാന്ന്. ഇങ്ങോട്ടാ? വേണ്ടല്ലേ? വേണ്ട. എന്നാ വരട്ടെ. വിളിക്കല്ലേ? വരണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വന്നിട്ടുണ്ടേ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് അത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല. പ്ലാനിങ് ഒക്കെ മാറും ഇവിടെ. എന്തോന്ന് പ്ലാനിങ്? നല്ലൊരു കാര്യത്തിൽ വരുമ്പോ എന്തോന്ന് പ്ലാനിങ്? ആ വിളിക്കണേ, വിളിക്കണ്ട. എന്നാ വിളിക്കണ്ട. ഓ വിളിച്ചോ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എന്തോന്ന് കുഴപ്പം? വിളിക്കാം, ഞാൻ വിളിക്കാം. ഹലോ, ആ പറയാൻ പോയതാ. ഓ വേറെ ഒന്നുമില്ലടേ, കട്ട് ചെയ്യാൻ പറഞ്ഞേ. ഡേയ് നീ വാ, നീ വാടാ. എടാ ഇവിടെ നല്ല ആറുണ്ട്, പടവുണ്ട്, അവിടെ നിന്ന് രണ്ടെണ്ണം അടിക്കാം. കുഴപ്പമൊന്നുമില്ല. എന്തേടാ 1.5 മണിക്കൂർ ബസ്സിൽ കയറി വന്നാ പോരാടാ വാസി. നീ വാടാ. എടാ ഇവിടെ സാധനമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാ, പക്ഷെ നീ എന്നാലും ഒന്നും കൂടെ വാങ്ങിച്ചോളാം കേട്ടാ. നമ്മളായിട്ട് ഒരു ഇത് വേണം, നമ്മളൊരു ഭാഗത്തുനിന്ന് വെയിറ്റ് വേണമല്ലോ. ഓ നീ ഒന്ന് വാങ്ങിച്ചോ, പറഞ്ഞേ. ഓ ശരിടാ, ഓക്കെ. ആ ശരി. അടിക്കാൻ പെടുന്ന പാട് എനിക്ക് മാത്രം എന്തോ ചെറിയല്ല. കാലും കടത്താൻ നീ വയ്യാതെ മര്യാദ നിന്നെ കൊണ്ട് പറ്റുമോ തറയിരിക്കാൻ? അതുകൊണ്ടാണ് ചെറിയല്ലേട്ടാ. പിന്നെ അല്ലാതെ നേരത്തെ പറയണ്ടേ? ചേട്ടത്തി, ചേട്ടത്തി ഒരു 3 നില ഇവിടെ ഇടണം, എന്നിട്ട് അതിൽ വിളമ്പണം. അതിൽ വിളമ്പ് വെച്ചിട്ട് ഒരുമിച്ചിരിക്കാമല്ലോ നമുക്ക്. ആരടാ നമുക്ക് ഇന്ന് പിന്നെ എന്തെങ്കിലും ചോറ കറിയ ആവശ്യം വന്ന് ആര് വിളമ്പി തരണം? അതിനാരെങ്കിലും ഒരാൾ കഴിച്ച് പോയാൽ പോരെ. എപ്പോഴും കഴിച്ചു പോടാ വങ്ക. മാമി 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 പിറന്നാൾ കാര്യം വന്നിരിക്കണം. ആദ്യം പിറന്നാൾ വന്നിരിക്കണം, അവര് വിളമ്പിക്കോളും. മറ്റവനെ കണ്ടില്ലേ? ആരാ മറ്റവനെ കണ്ടില്ല. അവ ഇനി എത്തുന്നു സമാനം പറ്റി ചെയ്യണം അങ്ങോട്ട്. അവൻ നമ്മളെ പറ്റിക്കോളെ. ഉറച്ചു വിളിച്ചു. ഓ മാമി ഇടണം. പറ്റിക്കോ? പറ്റിക്കോ? നിങ്ങൾ എന്നാ ടെൻഷൻ അടിപ്പിക്കുക. അവ ഇനി എത്തും. ഓ നിങ്ങൾക്ക് കിട്ടിയാ പോരെ. ഊണൊക്കെ കഴിഞ്ഞ് വേലറിയാ എല്ലാവർക്കും കൂടെ പുഴയിൽ ഇറങ്ങി ഒന്ന് കുളിക്കാം. അയ്യോ എനിക്ക് കാല് വയ്യ. ഒരു കാര്യം പറയട്ടെ പിള്ളേരോട്, മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിച്ചോണം. അടങ്ങി ഇരുന്നില്ലേ പുഴയെ കൊണ്ടുപോകില്ല കേട്ടാ. ഇനി അടുത്ത മാമീരെ ഇതുപോലത്തെ ആണ്ടിന് നമ്മള് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. എന്താണ് പറയണത്? അല്ല മാമീരെ പിറന്നാളിന് മാറിപ്പോയി. ആര് ചുമ്മാ ആദ്യം ഉപ്പരി നീ എടുത്തേ. ഉപ്പരി
എവിടെ ചെന്നാലും രണ്ടെണ്ണം ചോറ് കഴിക്കണ്ട വഴക്കിടാണ്ട് പിറന്നാളിനെന്ന് വിചാരിച്ചിട്ട് നീ പപ്പടം എടുത്തോണ്ടോ പപ്പടം തരാം പപ്പടം തരുവോടെ അപ്പൊ ഉപ്പേരിയാ ഉപ്പേരി തരും ചുമ്മാ ഇരി. എല്ലാത്തിനും ഇതിനാണ് എടീ, അവനല്ലേ എടുത്ത് സമാനപ്പെട് അവന് കൊടുത്തില്ലേണ്ണ അവനല്ലേ എടുത്തെന്ന് പറഞ്ഞാ നിനക്ക് ഉപ്പേരി കിട്ടിയാ പോരെ നിങ്ങൾക്ക് കിട്ടണ്ടേ മര്യാദ പപ്പടം ആ പപ്പടം കിട്ടിയാ അതും പൊടിഞ്ഞത് ഇട്ട് പോരാ തീർന്ന് ഇവിടെ അതും കൂടെ തിന്നു എന്റെ പൊന്നെ എന്തൊരു കഷ്ടോളെ ഇത് മറ്റേ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റേ മരുവില്ലേ ചാരും തരൂല പപ്പടവും തരൂല ഒന്നും തരൂലെന്ന് വെച്ചാ നല്ലൊരു പിറന്നാളായി പോയാണ് അല്ലെങ്കിൽ ഞാൻ അടിച്ചു കളിക്കാതൊക്കെ അച്ചാർ സമാനപ്പെടും ആവശ്യമില്ല നിങ്ങൾ അല്ലെങ്കിൽ അവന്റെ ഇതല്ലേ നിൽക്കുള്ളൂ നിങ്ങളതൊന്നും എടുത്തിട്ടല്ലേ അവൻ പാല് കയറ്റിട്ട് പോണേ എനിക്കിപ്പോ എന്തേലും വേണോടെ എന്നെ കഴിയണ്ണ മുടിയാക്കി ഇവ അലിമ്പ് കാണിക്കണ മക്കളെ മര്യാദ നാടേ നിനക്ക് പപ്പടം വേണമെങ്കിൽ തിന്നെ അലിമ്പ് ഞാനല്ല, മണ്ട അലിമ്പ്. കൊളക്കണം. തിന്നെ എനിക്ക് വേണ്ട അവിയൽ നീ കോഴി തിന്ന് തിന്റെ ചുമ്മാ ഇടന്ന് ബഹളം ഉണ്ടാക്കാം. അന്റെ വാക്കകത്ത് കുത്തി കേട്ടു അവിയല് ഇച്ചിരി വെള്ളം തരുവോ ചാവാറായി തരാല്ല അങ്ങനെ അവിയൽ വേണ്ട ഇന്ന് കഴി എനിക്ക് കുടിക്കാത്ത വെള്ളം കിട്ടിയാ പോരാ. അയ്യോ അയ്യോ അമ്മ എടേ അവന്റെ കൈ ചാടും മാമ അറിയാതാ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ആ ഞാൻ ഒന്നും ചെയ്തില്ല നീ എന്തൊരു കാണിച്ചു പിള്ളേരടങ്ങി കഴിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ കഴിക്കും എന്താന്ന് വെച്ചത് അച്ഛാ ധാരാന്ന് ആരാ എന്താ ജയന്ത നീയാ നീ എന്തിനാ വന്ന് ഇവിടെ ഇരിക്കണേ ഇവിടെ ഇരിക്കുന്ന നല്ലതെന്ന് തോന്നി അതാ ഇവിടെ ഇരുന്ന് നീ എങ്ങനെ വീട് കണ്ടുപിടിച്ച് നാട്ടിലെ ജന്മമാരുടെ വീട് കണ്ടുപിടിക്കാനേ അത്ര വലിയ അന്വേഷണമൊന്നും വേണ്ട അങ്ങനെ കണ്ടുപിടിച്ച നീ വല്ല കഴിച്ചാ എടുക്കാമേ ചോറുകളൊന്നും കൂടെ ഞാൻ നിങ്ങളുടെ ചോറ് തിന്നായിരുന്നല്ലോ വന്നത് എനിക്കിപ്പോ പോകണം എടാ സുരേന്ദ്ര പിന്നെ അവനെ എടുത്ത് ആറ്റിട്ട് ഒഴിവങ്ങ് പോട്ട് അല്ല അവന് എടാ വാടാ അവൻ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് ഡേയ് ഇതൊരു ഒരു കാര്യം ചെയ്യ് പിള്ളേരൊക്കെ കുളിക്കാൻ പോണം കുളിയെ കണ്ട് നീ ഇവിടെ ഇരി അല്ലാതെ തന്നെ എന്ത് പറയാ നിങ്ങളത് ചാട് പാലത്തിന്റെ ഒരു ചാടിയല്ല അതിനാണ് കോട്ടയ്ക്കത്ത് പട്ടയം അടിച്ച ആരെ പിടിച്ചങ്ങ് തള്ളിയത് ചിരിയടാ നീ എന്തിനാ ദേശത്തിരിക്കുന്നത് എന്താടാ ചെറിയണതിരുന്ന് അവിടെ വല്ല പറഞ്ഞേ പറ ദൂരോട്ട് പോകരുത് അവ നല്ല മൂന്ന് വ്യക്തനാണ് ഇവിടെ പൊങ്കി പേടിക്കണ്ട പേടിക്കണ്ട എങ്ങനെ പറ എന്ത് പറയാൻ നീ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നത് നീ ഗൗരവം വിഷ്ണു കൊച്ചിനെ പിടിക്കടാ അവൻ തന്നെ സമ്മതിച്ചു ഇന്നാ ആ അപ്പൊ ഞാൻ പോവുകയാണ് നീ എന്നാ അങ്ങോട്ട് തന്നെ നാളെ വരും നാളെ നീ വരണ്ട എനിക്ക് കൊല്ലത്ത് വരെ ഒരാളെ കാണാൻ വേണ്ടി പോകണ്ടു ആയിക്കോട്ടെ ആ. പൈസ എന്റെ അല്ല ആ. ബാലുചേട്ടന്ന് വാങ്ങിയതാ ആരെയും വേണ്ടില്ല നീ മേടിച്ചത് നീ തന്നെ കൊടുത്തേച്ചാൽ മതി ആ അപ്പൊ ഞാൻ പോണു ഇവിടുത്തെ കാരണവരോടും അതുപോലെ തമ്പുരാട്ടിമാരോടും ഒക്കെ പറഞ്ഞേക്ക് ഞാൻ പോയെന്ന് കേട്ടാ തമ്പ്രാൻ ഏത് ദേശത്തോട്ടാണ് പോക്ക് എടേ ഞാൻ പോണു കേട്ടാ നിങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഒന്നും പറയണില്ല നല്ല ബന്ധം നമുക്ക് കണ്ടുപിടിച്ച് കൊടുത്തത് അയ്യാ
ആടാ അത് ഡേയ് ആരടാ വാണാലി അളിയത് ആരെന്നറിയാം? ആര് രമേരെ ഭർത്താവാണ്. 2 കുത്തുകേസിലെ പ്രതിയാണ്. വാ നീ വാ. ഇത് എന്തരടേ ഇത് കൊട്ടാരോടാ ഇടേ നമ്മളെ വീടൊക്കെ കൊട്ടാരം തന്നെടേ. അല്ല കുടിലല്ലടേ, കുടിലം പാസ്. അതിന്റെ ഇടയിൽ കൂടെ വച്ചോണേ എല്ലാം അകത്തുണ്ടാ എല്ലാം ഉണ്ട് അതുണ്ട്. മാമോ എന്തിനാണ് ഇടേ മാമ നിന്നെ നോക്കി നോക്കി കരഞ്ഞേരി നിൽക്കാണ്. ഇങ്ങനാ അതോ ഇപ്പൊ എന്നെ ചീത്ത വിളിക്കുന്ന കൈയാണ് കേറാ ഉണ്ടാ ഉണ്ടല്ലേ എവിടെ ഉണ്ട് കളിയാ? എവിടെ ഉണ്ടെന്ന്? വാ അങ്ങോട്ട് പോവാം എടേ എവിടെ ഉണ്ടെന്ന്? വാ അങ്ങോട്ട് പോവാ നീ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നില്ലേ? ഇവിടെ ഇല്ല സാധനം എടേ ഇവിടെ ഉണ്ട്, അലമറയ്ക്കകത്ത് വെച്ചേക്കണം. നമ്മളൊരു സെറ്റപ്പ് കഴിഞ്ഞിട്ട് അത് എടുക്കാന്ന് വിചാരിച്ചു. നീ അല്ലേ പറഞ്ഞ ഇവിടെ ഒഴുക്കിട്ടേക്കുന്നു അതിലെ ഞാൻ എടുക്കാതെ വന്നത് വിട്ട് സാധനം തന്നെ. മാമന്റെ വല്ലിച്ചന്റെ മോനാരെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കൊണ്ട് കൊടുത്തത്. അങ്ങനെ കഴിക്കൂലല്ലേ? അങ്ങനെ അലമറയ്ക്കകത്ത് വെച്ചേക്കണം. 3 ഉണ്ട്. എന്തിനാ ചുമ്മാ ഇരിക്കും വിളിച്ചു വെച്ചിട്ടുണ്ട്. പഞ്ച് കളിക്കുന്നത് സാധനം കൊണ്ടുവരും. അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുത്തോണ്ട് വരാം. ഒരു കാര്യം നിങ്ങൾക്ക് സാധനം എത്തിയിട്ടുണ്ട്. 2 അടിക്കല്ലേ? അകത്ത് ചെയ്യുന്നതാ എന്റെ ബാസ് ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. ഇത് 2 അടിക്കാം, അവിടെ 2 അടിക്കാം, എന്നിട്ട് അത് എടുക്കാം. അത് 3 പെണ്ണുങ്ങളെ കൊണ്ടുവരാം. ഒന്ന് കൊണ്ടുപോയിക്കോ. ഇത് അടിച്ചാൻ കയറ്റിക്കളല്ലേ 2 നിർത്തി അടിക്കുന്നത്. അതായത് സമയം എടുത്തേ പിടിക്കൂ. അത് മതി, സമയം എടുത്ത് പിടിച്ചാ ഞാൻ ക്ലാസ് എടുത്തോണ്ട് വരാം. പോയിട്ട് എടുത്തോണ്ട് വരാം. അങ്ങോട്ട് അടിക്കാം. അവിടെ അടിക്കാം. ഞാൻ നന്നായിട്ട് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ടോ? ഇത് കഴിഞ്ഞ് 2 അടിച്ചിട്ട് തുറന്നു പോണേണ്ട. ഓ നിങ്ങൾ എവിടെ പോയിരുന്നു? കുറച്ചു നേരം കാണാനില്ലല്ലോ. കുറെ എത്ര സമയം നിങ്ങൾ പോയി? നമ്മള് 6 കാണിക്കാൻ കൊണ്ടുവരുന്നു ബാസിയ. എവിടെ? 6 കാണിക്കാൻ ബാസിയ കൊണ്ടുവരുന്നു. എന്നിട്ട് കണ്ടോ? കുളിച്ചില്ല. എന്താണ് രഹസ്യം പറയുന്നത്? ബാസിക്ക് എന്താ പറയണ്ട? ബാസിക്ക് എന്താ പറയാൻ? കേക്ക് മുറിക്കുന്നതിന് മുമ്പേ മാമന്റെ അടുത്തും ആരുമല്ല നിങ്ങളൊന്നും എന്റെ നിങ്ങള് ആരും. പക്ഷെ എന്നെ ഒരു അംഗത്തെ പോലെ കണ്ട് നീ ചടങ്ങിന് വിളിച്ചുണ്ടല്ലോ. ഇവനെന്തിനാടാ കരയുന്നത്? ഇത് മറക്കൂല. പിന്നെ അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റ് ഞാൻ നീലുവിന്റെ അടുത്തോ കുടുംബത്തിനോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എവിടെയാണോ പോയിട്ട് വന്നത് നിങ്ങൾ? എന്താടാ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് നിന്റെ ഭർത്താവ് 2 കുത്തിയിട്ടുണ്ട്. തങ്കം പോലത്തെ കൊച്ചായിരുന്നു. അത് ശരി. ആ കഥയൊക്കെ ആരെ പറഞ്ഞു കൊടുത്ത? അല്ല ഇവിടെ ആരും പറഞ്ഞിട്ട്. നീ പറഞ്ഞതല്ലാതെ ഞാൻ പറഞ്ഞല്ല. നിനക്കല്ലേടാ നാണക്കേട് നിന്റെ കുടുംബത്തിലുള്ളവരെ പറ്റി അങ്ങനെ പറഞ്ഞാല്? ഇവര് 2 അടിച്ച് ഇനിയിപ്പോ എല്ലാവരും കുഴപ്പം. ഇവര് 2 അടിച്ച് ഞാൻ കഴിച്ചിട്ടില്ല. ഭവാനി ചടങ്ങ് നിന്റെ ചടങ്ങല്ലേ? അല്ല അതുകൊണ്ട് നീ കേക്ക് മുറിക്കാൻ നല്ലൊരു ദിവസമായിട്ട് എന്താ നിങ്ങളൊക്കെ എന്തരണ്ണ ഇത്? മുറിക്കണ്ട കുഴച്ച് നിനക്കും കുറച്ചിരിക്കട്ടെ. നീയൊക്കെ കൂടെ ഒക്കെ അല്ലേടാ പോയത്. ചിങ്ങി നിനക്ക് നീ നല്ല ബർത്ത്ഡേയും കൊണ്ട് വന്നിട്ട് നിനക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങോട്ട് വാ. ഹാപ്പി ബർത്ത്ഡേ.
ഹാപ്പി ബർത്ത്ഡേ അങ്ങോട്ട് വന്നിരിക്കുന്നു. കണ്ടോ, ആ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റിയില്ല. വെള്ളം അടിച്ചിട്ട് വന്ന് കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇത് ഇങ്ങനെയുള്ള കാര്യമൊക്കെ വരുമ്പോ ഇതിനെ ഒന്നും വിളിക്കരുതാ വേണ്ടത്. കള്ളുകൂടിയ ആരൂടെ പറയാം ഇതെന്തോന്ന് എന്ത് ചെയ്യും. കഷ്ടമായില്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു മാമി. ഇനി അങ്ങനെ നമുക്ക് പറയാല്ല, എന്താ ചെയ്യാൻ? ഇതിന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ. തിന്ന് തിന്ന് തിന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു മാമി. മാമിയോട് പറയടാ ഹാപ്പി ബർത്ത്ഡേ. മാമി ഹാപ്പി ബർത്ത്ഡേ. മാമി ഹാപ്പി ബർത്ത്ഡേ. മാമി ഓ എനിക്ക് മാമി ഹാപ്പി ബർത്ത്ഡേ.